ഹായ് ഫ്രണ്ട്സ്, ആംഗുലറിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ആംഗുലർ ക്രെഡ് ഓപ്പറേഷനെ പറ്റിയാണ്. ക്രെഡ് എന്ന് വെച്ചാൽ ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്. എന്ത് കാര്യത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും അതിനെ വ്യൂ ചെയ്യാനും അതിനെ അപ്ഡേറ്റ് ചെയ്യാനും അതിനെ ഡിലീറ്റ് ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഫേസ്ബുക്ക് എടുക്കുകയാണെങ്കിൽ ഫേസ്ബുക്കിൽ നിങ്ങൾക്കൊരു പോസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം, അതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം, അതിനെ ഡിലീറ്റ് ചെയ്യാനും അതിനെ വ്യൂ ചെയ്യാനെല്ലാം പറ്റും. അവിടെ ഒരു ക്രെഡ് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ഏതൊരു ആപ്ലിക്കേഷൻ എടുത്താലും എല്ലാവരും ഒരു ക്രെഡ് ഓപ്പറേഷനാണ് നമ്മുടെ മേജറായിട്ട് നടക്കുന്ന കാര്യം. ഏതൊരു വെബ് ആപ്ലിക്കേഷൻ ആയാലും മൊബൈലായാലും എന്തായാലും ബാക്ക് എൻഡ് ആയാലും ഇപ്പോൾ ഫുള്ളി ഒരു ക്രെഡ് ഓപ്പറേഷൻ ബേസ്ഡാണ് എല്ലാം ഇരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു ടേബിളാണ്. ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഏജ്, ആക്ഷൻസ് എന്നീ കോളംസുള്ള ടേബിൾ. ഇവിടെ ഒരു ക്രിയേറ്റ് ബട്ടൺ ഉണ്ട്. ഈ ക്രിയേറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 4 ഫീൽഡ്സ് വരും. ഇതിന് സബ്മിറ്റ് വാലിഡേഷൻ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചുമ്മാ കുറച്ച് നെയിംസ് അടിക്കാം. ലാസ്റ്റ് നെയിമിൽ കുറച്ച് വാല്യൂ അടിച്ചു, ഏജ് ഒരു 20 കൊടുത്തു, ഞാൻ സബ്മിറ്റ് കൊടുത്തു. ഉണ്ടോ, സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഡാറ്റ ഇവിടെ ക്രിയേറ്റ് ആയി. എന്നിട്ട് നമുക്ക് ആ ടേബിൾ വ്യൂ ചെയ്തു. ഇതാണ് നമ്മുടെ ക്രെഡ് ഓപ്ഷൻ്റെ ക്രിയേറ്റ്. ഇനി അടുത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. എഡിറ്റ് ചെയ്യുമ്പോൾ എഡിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫീൽഡിലെല്ലാം നമ്മളെ ടൈപ്പ് ചെയ്ത വാല്യൂ അവിടെ വന്നു. ഈ വാല്യൂസ് നമുക്കെല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അവിടെ എ കൊടുത്തു, സി കൊടുത്തു, ഇവിടെ 20 ഞാൻ 30 ആക്കി. ഇനി സബ്മിറ്റ് കൊടുക്കുമ്പോൾ കണ്ടോ, ആ അപ്ഡേറ്റ് ചെയ്ത വാല്യൂസ് എല്ലാം ഇവിടെ വന്നു. അപ്പോൾ അവിടെ അപ്ഡേറ്റും വർക്കായി. ഇനി അടുത്ത ഡിലീറ്റ് ആണ്. ഡിലീറ്റ് കൊടുത്തപ്പോൾ അവിടെ പോപ്പ് ചോദിക്കുന്നുണ്ട്, ആർ യു ഷുവർ യു വാണ്ട് ടു ഡിലീറ്റ്. ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തപ്പോൾ ഉണ്ടോ അത് ഡിലീറ്റ് ആയി. ഇതാണ് നമ്മുടെ ക്രെഡ് ഓപ്പറേഷൻ. ഇത് ഫുള്ളി ബാക്ക് എൻഡ് ആയിട്ട് കണക്റ്റഡ് ആണ്. നമ്മൾ നോഡ് ജെഎസും മോങ്കോഡിബിയും വെച്ചിട്ടാണ് നമ്മൾ APIs ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ സോഴ്സ് കോഡും കിട്ടും. ഗിറ്റിൻ്റെ ലിങ്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ ബൂട്ട്സ്ട്രാപ്പാണ്. ബൂട്ട്സ്ട്രാപ്പ് വേർഷൻ 5 ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയേഴ്സ് ഞാൻ പറഞ്ഞുതരാം. അതേപോലെ നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് ഐക്കൺസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാത്തിനും സോഴ്സ് കോഡ് ഞാൻ ഗിറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലോൺ ചെയ്തിട്ട് നമ്മുടെ സോഴ്സ് കോഡ് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു empty ആംഗുലർ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, ഒരു ടെംപ്ലേറ്റും ഇല്ല, ഒന്നുമില്ല. ഇനി നമുക്ക് കോഡിലോട്ട് പോകാം. ഫസ്റ്റ് ഞാൻ ആപ്പ് കമ്പോണൻ്റ് എടുത്തു. ആപ്പ് കമ്പോണൻ്റ് പവർ ടെംപ്ലേറ്റ് ആണ്, അത് ഞാൻ റിമൂവ് ചെയ്തു. ഓക്കെ, ഒരു ഫോൾഡർ എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരു H3 ടാഗ് കൊടുക്കാം അല്ലേ. ഹലോ വേൾഡ്. ഇപ്പോൾ ഹലോ വേൾഡ് ഇവിടെ വന്നു. ഒന്നുമില്ല, ഒരു ഹലോ വേൾഡ് കൊടുത്തു. ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് 2 കമ്പോണൻസിനെ ക്രിയേറ്റ് ചെയ്യണം. അതായത് എംപ്ലോയീസ് ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഒരു ഫോൾഡർ വന്നിട്ടുണ്ട്, അതിനെ ഡിലീറ്റ് ചെയ്യാം. അതിന് ഉപയോഗിക്കുന്ന കമൻറ്റാണ് ngc ഫോർ കമ്പോണൻറ്റ്. കമ്പോണൻറ്റ് നെയിം ഞാൻ ഇവിടെ എംപ്ലോയി എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മളൊരു എംപ്ലോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇനി അതിൻ്റെ ഉള്ളിൽ ഞാൻ അതിൻ്റെ ഒരു ക്രിയേറ്റ് ഫോൾഡറും കൂടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ngc സ്പേസ് എംപ്ലോയി /ക്രിയേറ്റ് കൊടുത്താൽ നിങ്ങൾ ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ തന്നെ ചൈൽഡായിട്ട് ഒരു ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഫോൾഡർ കൂടെ വരും. അതിൻ്റെ HTML കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ 2 ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഇനി ഫോൾഡേഴ്സിലോട്ടുള്ള ഒരു റൗട്ട് നമുക്ക് ആഡ് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, റൗട്ടർ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞ ടാഗ് app.html ആഡ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ആപ്പ് റൗട്ടിംഗ് മൊഡ്യൂളിൽ വരും. ഇവിടെ റൗട്ട്സ് എന്ന് പറഞ്ഞാൽ അറിയേണ്ട, അതിൽ നമുക്ക് ആഡ് ചെയ്യാം ഒരു ഒബ്ജക്റ്റായിട്ട് പാത്ത് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ empty പാത്ത് ആണെങ്കിൽ പോകേണ്ട എംപ്ലോയീസ് എന്ന് പറഞ്ഞ ഫോൾഡറിലോട്ടാണ്. കമ്പോണന്റ് ഇസ് ടു എംപ്ലോയി. ഇനി പാത്ത് ക്രിയേറ്റ് ആണെങ്കിൽ എനിക്ക് പോകേണ്ടത് ക്രിയേറ്റ് കമ്പോണന്റിലോട്ടാണ്. ക്രിയേറ്റ് കമ്പോണന്റ്. ഓക്കെ, നമുക്കിത് വർക്ക് ആകുന്നുണ്ടോ നോക്കാം. ആണോ, ഇവിടെ ഇപ്പോൾ ഒരു പാത്തും ഇല്ലെങ്കിൽ നമുക്ക് എംപ്ലോയി വർക്ക്സ് എന്ന് പറഞ്ഞു വന്നു. ഇനി ഞാനിവിടെ ക്രിയേറ്റ് കൊടുത്തു. ആണോ, അപ്പോൾ ക്രിയേറ്റ് കമ്പോണന്റ് വന്നു. അപ്പോൾ നമ്മുടെ റൗട്ടിങ് വർക്കിംഗ് ആണ്. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് ബൂട്ട്സ്ട്രാപ്പും ഐക്കണും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യണം. ഞാനിവിടെ ഒരു ngx ടോസ്റ്റർ എന്ന് പറഞ്ഞ ടോസ്റ്റർ ഉപയോഗിക്കുന്നുണ്ട്. അതായത് API മെസ്സേജസിൻ്റെ എല്ലാം ഔട്ട്പുട്ടായിട്ട് നമുക്ക് ഇവിടെ സക്സസ് മെസ്സേജ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ ടോസ്റ്റ് ചെയ്ത് കാണിക്കുകയാണ് നമ്മൾ ആ പാക്കേജ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇൻസ്റ്റാളേഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, അതിന് കുറച്ച് നമുക്ക് പാക്കേജസ് ആഡ് ചെയ്യാനുണ്ട്.
ഞാൻ എക്സാമ്പിളിനോട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് ഇത്രയും നമുക്ക് പാക്കേജ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ 4 പാക്കേജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ആയോ ഇല്ല അറിയാൻ വേണ്ടി നമ്മൾ package.json എന്ന് പറഞ്ഞ ഫയലിൽ പോയിട്ട് നോക്കിയാൽ മതി. ഇവിടെ ഡിപ്പെൻഡൻസീസിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇവിടെ ബൂട്ട്സ്ട്രാപ്പ് ഇൻസ്റ്റാൾ ആണ്, ഐക്കൺസ് ഇൻസ്റ്റാൾ ആണ്, എൻജെക്സ് ടോസ്റ്റും ഇൻസ്റ്റാൾ ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു ആംഗുലർ അനിമേഷൻസും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ടോസ്റ്റൊക്കെ ഒന്ന് അനിമേറ്റ് ചെയ്ത് കാണിക്കാനാണ് നമ്മൾ അനിമേഷൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു ബൂട്ട്സ്ട്രാപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള. ഇനി അടുത്ത പറഞ്ഞാൽ നമ്മൾ angular.json എന്ന് പറഞ്ഞ ഫയലിൽ പോയിട്ട് ഇവിടെ ഒരു സ്റ്റൈൽസ് എന്ന് പറഞ്ഞ അറിയുന്നുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഗിറ്റിൽ റീഡ്മി ഫയൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഓക്കെ, ഈ 2 സ്റ്റൈൽസ് നമുക്ക് ഈ സ്റ്റൈൽസ് ഡോട്ട് ഇവിടെ ഈ ആംഗുലറിൻ്റെ സ്റ്റൈൽസിൽ ആഡ് ചെയ്യണം. angular.json ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ styles.css എന്ന് പറഞ്ഞ ഫയലുണ്ട്. അതിലോട്ട് നമ്മൾ ഈ 3 സ്റ്റൈലും ഇതിൻ്റെ 3 സ്റ്റൈലും ഇമ്പോർട്ട് ചെയ്യണം. ഇവിടെ നമ്മൾ style.cs ഇത് ഗ്ലോബൽ നിങ്ങളുടെ സ്റ്റൈലാണ്. അതിലോട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള CSS ഇമ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബൂട്ട്സ്ട്രാപ്പിൻ്റെ CSS ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഐക്കൺസിൻ്റെ CSS ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ടോസ്റ്ററിൻ്റെ സ്റ്റൈലും ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സേവ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റെപ്സ് എല്ലാം കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. പിന്നെ നമ്മൾ angular.json സ്റ്റൈൽസ് എന്ന് പറഞ്ഞ അറയിൽ ആഡ് ചെയ്തു. അടുത്ത നമ്മൾ styles.css എന്ന് പറഞ്ഞ ഫയലിൽ നമ്മൾ 3 CSS ഇമ്പോർട്ട് ചെയ്തു. ഇനി നമുക്കത് വർക്കായോ ഇല്ല അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ബൂട്ട്സ്ട്രാപ്പിൻ്റെ സൈറ്റിൽ പോവാം. ബൂട്ട്സ്ട്രാപ്പിൻ്റെ സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ഡോക്ക് എന്ന് പറഞ്ഞ സാധനത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യാം. അത് എനിക്ക് ഞാൻ ചുമ്മാ ബട്ടൺ ആഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ ബട്ടൺസ് വരും. അതിൽ ഞാനിപ്പോൾ ഈ ബട്ടൺ പ്രൈമറി ബട്ടൺ കൊടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്താൽ എനിക്ക് ഇതേ മോഡൽ സാധനം അവിടെ വരണം. ഇതേ മോഡൽ ബട്ടൺ വരണം. ഓക്കെ, ആണോ, നമ്മൾ അതേ മോഡൽ പ്രൈമറി ബട്ടൺ അവിടെ വന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ബൂട്ട്സ്ട്രാപ്പ് നമുക്ക് ആഡ് ആയിട്ടുണ്ട്. എല്ലാം വർക്കിംഗ് ആണ്. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് നമ്മൾ ഇവിടെ ഇതൊരു നാവ് ബാറാണ്. ഈ ഒരു ബ്ലൂ കളറിലുള്ള നാവ് ബാറാണ്. അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിൽ ആഡ് ചെയ്യാം. അതിന് വേണ്ടി നമുക്കിവിടെ നാവ് ബാർ എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നാവ് ബാർസ് കുറേ വരും. ആണോ, ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഞാൻ ഈ ഒരു നാവ് ബാർ എടുക്കണം. ഈ ഒരു നാവ് ബാർ എടുത്തിട്ട് ഞാൻ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ സ്പാൻ നാവ് ബാറിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ആംഗുലർ കട്ട് ഓപ്പറേഷൻ കൊടുക്കും. കട്ട് ഓപ്പറേഷൻ കൊടുക്കും. എന്താ സംഭവിക്കും നോക്കാം. കണ്ടോ, ആംഗുലർ കട്ട് ഓപ്പറേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിതിനൊന്ന് സെൻറ്ററിലോട്ട് അലൈൻ ചെയ്യാമല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു സ്റ്റൈൽ ആഡ് ചെയ്യാം. നമ്മൾ സാധാരണ സെൻറ്ററിലോട്ട് അലൈൻ ചെയ്യണം. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ ഒരു സ്റ്റൈൽ ആഡ് ചെയ്യാം. സ്റ്റൈൽ ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ കൊടുക്കുക. പക്ഷേ ചില കേസിൽ അത് അലൈൻ ആവത്തില്ല. ഇപ്പം നിങ്ങൾക്ക് നോക്കിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ സിനാരിയോയിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇതിനൊരു പാരന്റ് ഡിവിഷൻ കൊടുക്കാം. ഇത് നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു പാരന്റ് ഡിവിഷൻ ഉണ്ട്, ക്ലാസ് കണ്ടെയ്നർ ഫ്ലൂയിഡ്. അതിലോട്ട് നമ്മൾ സ്റ്റൈൽ ആഡ് ചെയ്യാം. സ്റ്റൈൽ ഈക്വൽ ടു ഡിസ്പ്ലേ ഫ്ലെക്സ് ഡിറക്ഷൻ റോ ജസ്റ്റിഫൈ കണ്ടന്റ് സെൻറ്റർ അലൈൻ ഐറ്റംസ് സെൻറ്റർ. നമുക്ക് നോക്കാം. കണ്ടോ, ഇത് ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, എല്ലാം നമുക്കൊരു സെൻറ്ററിലോട്ട് അലൈൻ ചെയ്ത് വന്നു. അതൊരു എല്ലാ കാര്യങ്ങളും സെൻറ്ററിലോട്ട് അലൈൻ ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ടാണ് നമ്മൾ ഡിസ്പ്ലേ ഫ്ലെക്സ് വഴി ചെയ്യുന്നത്. ഡിസ്പ്ലേ ഫ്ലെക്സ് അതിനല്ല ഉപയോഗിക്കുന്നത്, പക്ഷേ ഡിസ്പ്ലേ ഫ്ലെക്സിലൂടെ ഈ കാര്യങ്ങൾ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നിങ്ങൾ ഫ്ലെക്സിനെ പറ്റി കൂടുതൽ അറിയണം, നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇനി നമുക്ക് ഇതിനെ വേണമെങ്കിൽ ടെക്സ്റ്റ് ട്രാൻസ്ഫോം അപ്പർ കേസ് കൊടുത്താൽ നിങ്ങൾക്ക് എന്താവും, ഇതിന് നമുക്ക് ആംഗുലർ കട്ട് ഓപ്പറേഷൻ അപ്പർ കേസിന് കാണിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നാവ് ബാർ ബൂട്ട്സ്ട്രാപ്പ് വെച്ചിട്ട് ആഡ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ബട്ടൺ, ഈ ബട്ടൺ നമുക്കൊന്ന് കളർഫുൾ ആക്കാം. അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഡിവിഷൻ കൂടെ കൊടുത്തിട്ട് ഇതേപോലെ കൊടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇവിടെ സ്റ്റൈലിഷ് ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ കൊടുത്താൽ ബട്ടൺ സെൻറ്ററിലോട്ട് വരും. ആണോ, പ്രൈമറിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യാം, നമുക്കിവിടെ ക്രിയേറ്റ് ആണല്ലോ വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ക്രിയേറ്റ് കൊടുക്കാം.
നമുക്ക് ഇവിടെ ഒരു ക്രിയേറ്റ് ബട്ടൺ ഉണ്ട്. അത് നമ്മുടെ ആംഗുലർ. ഞാനിപ്പോൾ ഇവിടെ വല്ലാണ്ട് സ്റ്റൈൽസ് നോക്കുന്നില്ല, നിങ്ങൾക്കൊരു സിമിലാരിറ്റി വേണ്ടി നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഇതിൻ്റെ കംപ്ലീറ്റ് സോഴ്സ് കോഡ് നമ്മുടെ ഗിറ്റിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാ സ്റ്റൈലും നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് വേണ്ടത് നമ്മുടെ ഇവിടെ ഒരു ക്രിയേറ്റിന് പ്ലസ് ഐക്കൺ ബട്ടൺ കൂടെ വേണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ബൂട്ട്സ്ട്രാപ്പ് ഐക്കൺസിൻ്റെ സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഈ സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഇത്രയും ഐക്കൺസ് കാണാം. അതിൽ കയറി നിങ്ങൾ പ്ലസ് എന്ന് പറഞ്ഞിട്ട് പ്ലസ് ആഡോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് വരും. അത് നിങ്ങൾക്ക് നോക്കിയിട്ട് ഇഷ്ടമുള്ള ബട്ടൺ, ഞാൻ അവിടെ പ്ലസ് LG എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ കയറി നിങ്ങൾക്ക് ഇവിടെ ഒരു കണ്ടോ ഒരു ഐ ടാഗിലൊരു ക്ലാസ് ഉണ്ട്, അതിനെ കോപ്പി ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ബട്ടണിൽ ക്രിയേറ്റിന് മുന്നേ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ക്രിയേറ്റിന് മുന്നേ ഈ ഒരു ഐക്കൺ ആഡ് ചെയ്തു. നമ്മുടെ സ്റ്റൈലെല്ലാം വർക്കിംഗ് ആണെങ്കിൽ അവിടെ ഐക്കൺ ഡിസ്പ്ലേ ചെയ്ത് വരണം. ആണോ, നമ്മളെ ക്രിയേറ്റ് ഐക്കൺ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ വർക്കിംഗ് ആണ്. ഇനി നമുക്ക് അടുത്തത് വേണ്ട എന്താ, നമുക്കൊരു ടേബിളാണ് വേണ്ടത്. ടേബിളിന് വേണ്ടി നമ്മൾ ടേബിൾ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. ആണോ, കുറേ ടേബിൾസ് വന്നു അല്ലേ. നമുക്കിതിൽ ഇഷ്ടമുള്ള ടേബിൾ ഏത് ടേബിൾ വെച്ച് എടുക്കാം. ഞാൻ ഈ ഒരു ടേബിൾ ഒരുപാട് ടേബിൾസ് ഉണ്ട്, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമാണ്. ഇവിടെ എല്ലാ കോഡും ഉള്ള ടേബിൾ ഇവിടെ ഉണ്ട്. ഞാൻ ഈ ഒരു കോഡ് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ വന്നു. ആണോ, നമുക്ക് അതേപോലെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ശരിക്കും നമുക്ക് വേണ്ട ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ കേട്ടോ, ഇത്രയും ഫീൽഡ്സ് നമുക്ക് വേണം. ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഏജ്, അത്രയും കാര്യങ്ങൾ മതി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നെയിം കൊടുത്തു. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇവിടെ മിഡിലാണല്ലേ, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഏജ്, പിന്നെ ഈ ആക്ഷൻസ് എന്ന് പറഞ്ഞൊരു ആക്ഷൻസ് എന്ന് പറഞ്ഞ കോളം ഉണ്ട്. നമുക്ക് ഈ നോക്കാം. കണ്ടോ, ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ്, ഏജ്, ആക്ഷൻസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇനിയിപ്പോൾ ഇത് ടി ഹെഡാണ്, നമ്മുടെ ഹെഡിങ് ആണ്. ഹെഡിങ് കഴിഞ്ഞു. ഇനി ടി ബോഡിയാണ് അല്ലേ. ഇതെല്ലാം ഹാർഡ് കോഡ് സംഭവങ്ങളാണ്. ഇതൊന്നും നമുക്ക് ശരിക്കും വേണ്ട. നമ്മളെല്ലാം ഡൈനാമിക് ആയിട്ട് API റെസ്പോൺസിന് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ബൈൻഡ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ചുമ്മാ ഒരു TR ഇട്ട് വയ്ക്കാം തൽക്കാലം, അതൊന്നും കൊടുക്കുന്നില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, API റെസ്പോൺസിൻ്റെ കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാം, ഒരു സർവീസ് ആഡ് ചെയ്യാം. NGGS എംപ്ലോയി സർവീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കമൻ്റാണ്. ഓക്കെ, അപ്പം നമ്മുടെ സർവീസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതിലോട്ട് HTTP ക്ലയൻറ്റിനെ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് HTTP ക്ലയൻറ്റ് ഫ്രം Angular /commons/HTTP. ഇനി എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഈ കൺസെപ്റ്റിലിട്ട് അതിന് ഇൻജെക്ട് ചെയ്യാം. പ്രൈവറ്റ് HTTP is to HTTP client. HTTP client. ഓക്കെ, ഇവിടെ ക്യാപ്സ് ആണല്ലേ. അപ്പോൾ നമ്മുടെ സർവീസിൽ നമ്മൾ HTTP ക്ലയൻറ്റ് നമ്മൾ ഇൻജെക്ട് ചെയ്തു. അപ്പോൾ ഇതിൽ ഡിപ്പെൻഡൻസി എല്ലാം നമുക്ക് HTTP വഴി നമുക്ക് കിട്ടും. നമ്മൾ സർവീസ് ക്രിയേറ്റ് ചെയ്തു, അതിലൂടെ ഇൻജെക്ട് ചെയ്തു. ഇനി നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി നമുക്ക് ആദ്യം ഒരു മെത്തേഡ് എഴുതാം അല്ലേ. ഗെറ്റ് എംപ്ലോയീസ് എന്ന് പറഞ്ഞ മെത്തേഡ് എഴുതി അതിൽ റിട്ടേൺ ചെയ്യുന്നത് എന്ത് ചെയ്യാം, റിട്ടേൺ ചെയ്യുന്നത് നമ്മുടെ APIയുടെ റെസ്പോൺസ് ആണ്. നമ്മൾ API ഓൾറെഡി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ റിട്ടേൺ ദിസ് ഡോട്ട് HTTP ഡോട്ട് ഗെറ്റ് മെത്തേഡാണ്. നമ്മൾ ഗെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗെറ്റ് മെത്തേഡാണ്. /any ഇവിടെ കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ API URL ആണ്.
ഇപ്പോൾ നമ്മുടെ API URL ആഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ API URL. അതായത് നമ്മുടെ എംപ്ലോയീസിന് ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്ന URL ആണ്. അപ്പോൾ നമ്മൾ അതിലത്തെ ഡാറ്റാസിനെല്ലാം ഗെറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഗെറ്റ് എംപ്ലോയീസിന് റിട്ടേൺ ചെയ്യുന്ന ഇതിലത്തെ ഡാറ്റാസിൻ്റെ ഒരു കംപ്ലീറ്റ് ഒബ്സർവേഴ്സ് ആയിരിക്കും. ഇനി നമുക്ക് നമ്മുടെ employee.component.ts പോയിട്ട് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്കൊരു എംപ്ലോയി അറേ എന്ന് പറഞ്ഞിട്ടൊരു അറേ ക്രിയേറ്റ് ചെയ്യാം. empty array ഇനീഷ്യലൈസ് ചെയ്യാം. ഇനി ng-onIt എന്ന് പറഞ്ഞ നമ്മുടെ ലൈഫ് സൈക്കിൾ മെത്തേഡാണ് നമ്മുടെ കമ്പോണന്റ് ആപ്പ് ഇനീഷ്യലൈസ് ആകുമ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യാം, അതിന് മുന്നേ പ്രൈവറ്റ് സർവീസ് ഈസ്റ്റ് നമ്മൾ ആ സർവീസ് നമുക്ക് ഇവിടെ ഇൻജെക്ട് ചെയ്യണ്ടേ. എംപ്ലോയി സർവീസ് ഇൻജെക്ട് ചെയ്തു. അതിനെ ദിസ് ഡോട്ട് എംപ്ലോയി സർവീസ് ഡോട്ട് എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ഗെറ്റ് എംപ്ലോയീസ് എന്ന് പറഞ്ഞ മെത്തേഡ് കിട്ടും. അത് കിട്ടി. ഇനി അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഡോട്ട് സബ്സ്ക്രൈബ് ഇവിടെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. എന്നിട്ട് നമുക്ക് റെസ്പോൺസ് വരുന്നത് നമുക്ക് ചുമ്മാ റെസ്പോൺസിനെ console.log റെസ്പോൺസ് ചെയ്യാം. ഇവിടെ നമ്മളൊരു ടൈപ്പ് എറർ അടിച്ച് നമുക്ക് ഇനി കൊടുക്കാം. നമുക്ക് നോക്കാം, നമുക്കൊരു എറർ അടിച്ചിട്ടുണ്ട്. നമുക്ക് എററിന് എന്ത് നോക്കാം. നൾ ഇൻജക്ടർ എറർ എന്നുകൊണ്ട് എറർ അടിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ HTTP ക്ലയൻറ്റ് മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്തതിൽ എന്തൊരു ഇഷ്യൂ പറ്റിയിട്ടുണ്ട്. ആ ഇഷ്യൂ എന്തെന്ന് വെച്ചാൽ നമ്മൾ ആപ്പ് ഇവിടെ ഇപ്പോൾ HTTP ക്ലയൻറ്റ് ഇമ്പോർട്ട് ചെയ്യുമ്പോഴും നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ app.module.ts എന്ന് പറഞ്ഞ ഫയലും ഇമ്പോർട്ട് ചെയ്യണം. അവിടെ ഇമ്പോർട്ട് ചെയ്യേണ്ടത് ഇമ്പോർട്ട് HTTP ക്ലയൻറ്റ് മൊഡ്യൂൾ ആണ്. അവിടെ ഇമ്പോർട്ട് ചെയ്യേണ്ടത് HTTP ക്ലയൻറ്റ് മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യുക ഫ്രം angular/common/http എന്ന് നമ്മൾ HTTP ക്ലയൻറ്റ് കൊണ്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ഇമ്പോർട്ട്സ് അറേയിൽ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യാം. ആണോ, അപ്പോൾ എറർ പോയി. നൾ ഇൻജക്ടർ എറർ HTTP നൾ ഇൻജക്ടർ എറർ അടിക്കുകയാണെങ്കിൽ നിങ്ങൾ app.module എന്തായാലും ഇമ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യണം. ഞാൻ ഈ എററിനെ സോൾവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് റെസ്പോൺസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ റെസ്പോൺസിൽ സക്സസ് 1 എംപ്ലോയി ലിസ്റ്റഡ് സക്സസ്ഫുള്ളി, ഐറ്റംസ് ഇവിടെ empty അറിയണം. അതായത് നമ്മൾ ആ റെസ്പോൺസ് എല്ലാ ഐറ്റംസും നമുക്ക് റിമൂവ് ചെയ്തു. നമുക്കിപ്പോൾ ഒരു ടെമ്പ് ഡാറ്റയാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ടെമ്പ് ഡാറ്റ ലാസ്റ്റ് ടെമ്പ് ഡാറ്റ നമുക്ക് 30 ടെമ്പ് ഡാറ്റനെ നമ്മളിവിടെ എന്ത് ചെയ്യും, ആ API റെസ്പോൺസിലൂടെ ഡാറ്റനെ ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ വന്ന് നോക്കിയാൽ കണ്ടോ, ഈ ഐറ്റംസിൽ ആ ഡാറ്റ വന്നു. ഏജ്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മിഡിൽ നെയിം എന്ന് പറഞ്ഞ ഡാറ്റാസ് വന്നു. അപ്പോൾ നമ്മുടെ ഐറ്റംസിൽ അറേയിൽ ഒരു ഡാറ്റ വന്നു. ഇനി നമുക്ക് ആ അറേനെ ലൂപ്പ് അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഡാറ്റാസിനെ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യുക നോക്കാം. നമ്മൾ എംപ്ലോയി കമ്പോണിലോട്ട് വന്നു. ഇവിടെ നമുക്കിപ്പോൾ ഒരു TR ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ *ng4 ഈ ng4 ആണ് നമ്മൾ എന്ത് ചെയ്യാം, ഈ ആംഗുലർ ടെംപ്ലേറ്റിൽ ഇറ്ററേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന *ng4 ആണ്. ലെറ്റ് ഐറ്റം ഓഫ് ഐറ്റംസിന് പകരം നമ്മൾ ആ അറേ കൊടുക്കുക. ഏത് അറേയാണോ വാല്യൂ ഉള്ളത് ആ അറേ കൊടുക്കണം. ഓക്കെ, ഇതുവരെ ഓക്കെ അല്ലേ. പക്ഷെ നമ്മൾ ആ വാല്യൂസ് ഒന്നും നമ്മൾ ആ അറേയിൽ കയറ്റി കൊടുത്തില്ല. അതിന് വേണ്ടി ദിസ് ഡോട്ട് എംപ്ലോയി അറേ ഈസ് ഈക്വൽ ടു പ്ലസ് ഡോട്ട് ഐറ്റംസ് എന്ന് പറഞ്ഞ അറേയിലാണ് വാല്യൂ ഉള്ളത്. നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം. സോറി, ഇവിടെ ഐറ്റത്തിലാണ് വാല്യൂ ഉള്ളത്. അപ്പോൾ ഡ്രസ് ഡോട്ട് ഐറ്റം നമുക്ക് എന്ത് ചെയ്യാം, ആ എംപ്ലോയി അറേയിലോട്ട് ബൈൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ എംപ്ലോയി അറേയിൽ എന്ത് ചെയ്യും, ഈ ഐറ്റത്തിലെ വാല്യൂസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ എംപ്ലോയി അറേ ഒരിക്കലും എംപ്റ്റി ആവില്ല. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ എംപ്ലോയി അറേയിൽ നമുക്ക് ലൂപ്പ് അടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ട കാരണം വെച്ചാൽ TD എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് കൊടുക്കുക. അതിലോട്ട് ഇന്റർപോളേറ്റ് ചെയ്യണം ഐറ്റം ഡോട്ട് ഫസ്റ്റ് നെയിം. നമുക്ക് നോക്കാം എന്താണ് റെസ്പോൺസ് എങ്ങനെ വരുമെന്ന് നോക്കാം. എന്തോ ഇഷ്യൂ അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നെയിം ഡസ് നോട്ട് എക്സിസ്റ്റ് ഓൺ ടൈപ്പ് നെവർ.
item dot first name തന്നെയല്ലേ റെസ്പോൺസിൽ. ഫസ്റ്റ് നെയിം ആണ് ഐറ്റത്തിന് നമ്മൾ ലൂപ്പ് വെച്ചു. അതിൽ ഐറ്റം ഡോട്ട് ഫസ്റ്റ് നെയിം. ഇവിടെ നമ്മൾ റെസ്പോൺസ് ഒന്നും ചേഞ്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു ഇഷ്യൂ അടിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഐറ്റം ഡോട്ട് ഫസ്റ്റ് നെയിം ഇവിടെ ഇല്ല എന്നുള്ള ഒരു എററാണ് അടിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനൊരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ നമ്മൾ നേരെ ഇപ്പോൾ ഐറ്റം ഡോട്ട് ഫസ്റ്റ് നെയിം കൂടെ ആക്ച്വലി ഐറ്റത്തിൽ ഫസ്റ്റ് നെയിം ഇല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമുക്കിവിടെ എംപ്ലോയി ഇസ് ടു നമ്മളൊരു എം ടി ആരാണ് ഇനീഷ്യലി ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന് പകരം നമുക്ക് ഇവിടെ ഒരു ഈസ് ടു ഒരു ടൈപ്പ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏത് ഡാറ്റ ടൈപ്പ് ശരിക്കും ഇവർ ആക്സെപ്റ്റ് ചെയ്തോളും എന്നാണ് ഇതിനർത്ഥം. ഇപ്പോൾ ഉണ്ടോ നമ്മളൊക്കെ എറർ പോയി. നമുക്ക് ഫസ്റ്റ് നെയിമിന് ഇവിടെ ഐറ്റം ഡോട്ട് ടെം ഡാറ്റ എന്ന് പറഞ്ഞിട്ട് വന്നു. അതായത് നമ്മളിവിടെ കൊടുത്ത ഫസ്റ്റ് നെയിം തന്നെയാണ് ഇവിടെ വന്നത്. ഇനി അതേപോലെ നമുക്ക് മിഡിൽ നെയിമിനെയും എല്ലാവരും ബൈൻഡ് ചെയ്യാം. ഇപ്പോൾ ഒരു ടി ഡി, ഇനി അടുത്തൊരു ടി ഡി ആഡ് ചെയ്യുക. അതിൽ മിഡിൽ നെയിം കൊടുക്കുക, മിഡിൽ നെയിം കൊടുക്കുക. അടുത്ത ടി ഡി ആഡ് ചെയ്യുക. അതിൽ നമുക്ക് ലാസ്റ്റ് നെയിം കൊടുക്കുക. അടുത്ത ടി ഡി ആഡ് ആയതിൽ ഏജ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ഉണ്ടോ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത എല്ലാം ഡാറ്റ വന്നു. ലാസ്റ്റ് ടെം ഡാറ്റ ഏജ് 30 വന്നു. ഇനി ആക്ഷൻസ് ആണ്. ആക്ഷൻസിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഒരു 3 ബട്ടൺസിന് ആഡ് ചെയ്യാം. അത് അടുത്തൊരു ടി ഡി ആയിട്ട് അതിൽ ബട്ടൺ, നമുക്ക് ഈ ബട്ടൺസ് തന്നെ ആഡ് ചെയ്യാം. ബട്ടൺ എഡിറ്റ് ആൻഡ് ഡിലീറ്റ് അല്ലേ. ആണോ, ഇപ്പോൾ നമുക്ക് എഡിറ്റും ഡിലീറ്റിനുള്ള ബട്ടൺസ് വന്നു. ഇവിടെ നമുക്ക് ക്ലാസ് ഇസ് ഈക്വൽ ടു btn 1 അല്ലെങ്കിൽ പ്രൈമറിയോ എന്തെങ്കിലും കൊടുത്താൽ അതിൻ്റെ കളർ വരും. എഡിറ്റ്. ഇനി നമുക്ക് അതേപോലെ ഒരു ക്ലാസ് നമുക്ക് ഡിലീറ്റിനും ആഡ് ചെയ്യാം. ഇവിടെ വാണോ എന്തെങ്കിലും വാണെന്ന് കൊടുക്കാം. അത് സ്റ്റൈലില്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പോയിട്ട് ബട്ടൺ ആഡ് ചെയ്യാം. ഡേഞ്ചർ എന്നാണല്ലേ, വാണിംഗ് അല്ല, ഡേഞ്ചർ. ആണോ, ഇപ്പോൾ നമുക്ക് നല്ലൊരു എഡിറ്റും വന്നു, ഡിലീറ്റും വന്നു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ നമുക്കിവിടെ ബൂട്ട്സ്ട്രാപ്പ് ഐക്കൺസിൽ പോയിട്ട് എഡിറ്റ് ചെയ്യാനോ, എഡിറ്റ് എന്ന് പറഞ്ഞ് കൊടുത്താൽ ഇവിടെ വരും. ഇതിൻ്റെ ഇതേപോലെ നമുക്ക് ഐ ടാഗ് എടുക്കാം, കോപ്പി ചെയ്യാം. നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. അതേപോലെ ഡിലീറ്റിൻ്റെ ഇതേപോലെ ഐക്കൺസ് ഉണ്ടായിരിക്കും. ഡിലീറ്റിൻ്റെ ഇതേപോലെ ഏതെങ്കിലും ഐക്കൺ എടുക്കുക. ഓക്കെ, ഈ ഐക്കൺ എടുക്കുക. ഇപ്പോൾ നമുക്ക് എഡിറ്റിനും ഡിലീറ്റിനും ഓരോ ഐക്കൺസ് ആയി. നമ്മൾ ക്രിയേറ്റ് ബട്ടൺ ആഡ് ചെയ്തു, നമുക്കൊരു ടേബിൾ ആഡ് ചെയ്തു. അതിലോട്ട് ഡാറ്റാസിനെല്ലാം നമ്മൾ എന്ത് ചെയ്തു, ഡൈനാമിക് ആയിട്ട് API കോൾ വഴി ലൂപ്പ് അടിച്ചിട്ട് എടുത്തു. എന്നിട്ട് അതിൽ എഡിറ്റും ഡിലീറ്റും ബട്ടൺസ് ആഡ് ചെയ്തു. അപ്പം നമുക്ക് ഇത് രണ്ട് സീരീസ് ആയിട്ട് എടുക്കാം. ഫസ്റ്റ് സീരീസിൽ നമ്മൾ ഇത്രയും കവർ ചെയ്യുന്നുള്ളൂ. അടുത്ത സീരീസിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ക്രിയേറ്റ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഫോംസിനെ ആഡ് ചെയ്യാം. എന്നിട്ട് ഫോംസ് വെച്ച് അതിൽ വാല്യുവേഷൻ കൊടുത്തിട്ട് നമ്മളെല്ലാം അടുത്ത ഒരു സീരീസ് ആയിട്ട് നമുക്ക് നോക്കാം. അടുത്തൊരു സെക്കൻഡ് പാർട്ടായിട്ട് ഈ പാർട്ടിൽ നമുക്ക് ഇത്രയും കവർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു ഓവറോൾ ലെങ്തി വീഡിയോ ആയിരിക്കും. അതേപോലെ ഡിലീറ്റും എഡിറ്റും ക്രിയേറ്റും എല്ലാം നമുക്ക് അടുത്തൊരു പോർഷനിൽ നോക്കാം, പാർട്ടിൽ നോക്കാം.
അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് സോഴ്സ് കോഡ് ഞാൻ ഇതിൽ ഗിറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എടുത്ത് നോക്കാം. സ്റ്റൈലെല്ലാം നിങ്ങൾക്ക് അതിൽ നമുക്ക് ആഡ് ചെയ്യാം. ഞാനത് സ്റ്റൈലിന് കുറച്ച് ടൈം കളയുന്നില്ല വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്.